ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്നലെ ഹോളിഡേ ആയിരുന്നു. മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് ട്രേഡ് ചെയ്യുന്നത്. കമ്മോഡിറ്റികൾ സ്വല്പം ബെറ്ററാണ്, ഗോൾഡ് ബെറ്ററാണ്, അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലൊക്കെ ബെറ്ററാണ്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇസ്രായേലും ഹമാസും ഇറാനും തമ്മിലുള്ള ഇഷ്യൂ തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ ഒരു കോഷനായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് വളരെ കോഷ്യസ് ആണ്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിൽ ഒരു ചെറിയ റാലി ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്മോഡിറ്റികളിലൊന്നും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും കാണാനില്ല. എന്നിരുന്നാലും ഈ ഒരു ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റേതായ വോളാട്ടിലിറ്റി ഒക്കെ ഉണ്ടായേക്കാം. നമ്മളെ സംബന്ധിച്ച് ക്വാർട്ടർ 3 ആരംഭിച്ചിട്ടുണ്ട്. ക്വാർട്ടർ 2 റിസൾട്ടുകൾ അടുത്ത ആഴ്ച തൊട്ട് വന്നു തുടങ്ങും. അതുപോലെ തന്നെ RBI മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് ഒക്ടോബർ 9-ന്. ഒക്ടോബർ 8-ന് 2 അസംബ്ലി ഇലക്ഷൻ റിസൾട്ടുകളും ഉണ്ട്. അപ്പോൾ ഈ ഇവൻറ്റുകളും ഗ്ലോബൽ ഇവൻറ്റുകളും കൂടി ഒരു വൊളാറ്റിലിറ്റി വീണ്ടും സൃഷ്ടിക്കാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ സെബിയുടെ പുതിയ F&O റൂള് കോൺട്രാക്ട് സൈസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ 5 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷമായിട്ട് മാറ്റുകയാണ്. ഒപ്പം കുറേ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അതോടൊപ്പം തന്നെ ഒരു നീജർക്ക് റിയാക്ഷനൊക്കെ നമുക്ക് ഈ ന്യൂസിൻ്റെ ബേസിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ വോള്യൂം ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടാവില്ല എന്ന് പറയാൻ കാരണം ടോട്ടൽ F&O വോള്യത്തിൻ്റെ അറൗണ്ട് 60-63% പ്രൊപ്രൈറ്ററി ബുക്കാണ്. അതായത് ബ്രോക്കേഴ്സിൻ്റെ ഡയറക്റ്റ് ട്രേഡിംഗ് ആണ്. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അറൗണ്ട് 23-24% ഒക്കെ ഉള്ളൂ. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനിൽ ചെറുതായിട്ടുള്ള ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടാവാം. ഓവറോൾ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇതുകൊണ്ടുണ്ടാവാൻ പോകുന്നില്ല. മറിച്ച് ഈ സിസ്റ്റം വീണ്ടും ടൈറ്റൻ ചെയ്യുകയാണെങ്കിൽ നെറ്റ്വർത്തൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് ഇൻവെസ്റ്റേഴ്സിന് അടുത്ത പടിയായിട്ട്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ ഒരു ടൈറ്റ്നെസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാത്ത പക്ഷം കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. മാർക്കറ്റ് കൂടുതൽ സ്ട്രോങ് ആവാനാണ് ചാൻസസ് കൂടുതൽ. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ധാരാളം ന്യൂസ് ഫ്ലോസ് ഉണ്ട്. ഡാറ്റാ സെൻറ്ററുകളെ കുറിച്ച് ഗ്ലോബലി ഉള്ളൊരു സർവേ പറയുന്നത് അമേരിക്കയിൽ 5400-നടുത്ത് ഡാറ്റാ സെൻറ്ററുകളുണ്ട്. സെക്കൻഡ് നിൽക്കുന്ന ജർമ്മനിയിൽ 542 ഉള്ളൂ. ചൈനയിലാണെങ്കിൽ അറൗണ്ട് 220 ഡാറ്റാ സെൻറ്ററുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്നത് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സാണ്. നമ്മൾ കുറേ ആഴ്ചകളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഡാറ്റാ സെൻറ്റർ ഗ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കേബിൾസ്, KEI ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ പോളി ക്യാബ്, KEC ഇൻ്റർനാഷണൽ, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ച് കേബിൾസ്, ഹൈ ടെൻഷൻ കേബിൾസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതുപോലെ തന്നെ എയർ കണ്ടീഷണറുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് പോസിറ്റീവാണ്. ജനറേറ്ററുകൾക്ക് പോസിറ്റീവാണ്. ട്രാൻസ്ഫോമേഴ്സിന് പോസിറ്റീവാണ്. ഒപ്പം പവർ ട്രാൻസ്മിഷനാണ് കൂട്ടേണ്ടത്. അപ്പോൾ പവർ ട്രാൻസ്മിഷൻ ലൈൻസ് സർവീസൊക്കെ കൊടുക്കുന്ന പവർ ഗ്രിഡ്, അഡാനി എനർജി സൊല്യൂഷൻസ്, സ്കിപ്പർ ലിമിറ്റഡ്, ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ റിലേറ്റഡ് സെക്ടറുകളിലുള്ള സ്റ്റോക്കുകൾ, സോളാർ റിലേറ്റഡ് സ്റ്റോക്കുകൾക്കൊക്കെ ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. ക്യുമിൻസ് ഇന്ത്യ പുതിയ ഒരു എക്യുപ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. എമിഷൻ കുറയ്ക്കാനാണ്. അത് എക്സിസ്റ്റിംഗ് ജനറേറ്റർ സെറ്റുകളിലും ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്യുമിൻസ് ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. റിലയൻസ് പവറും റിലയൻസ് ഇൻഫ്രയുടെ JV ഭൂട്ടാനിൽ സോളാർ അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പവറൊക്കെ ആയിട്ട് ഉള്ള JV വന്നിട്ടുണ്ട്. റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളായിരുന്നു. റിസ്ക് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺ ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസും പോസിറ്റീവാണ്. നമ്മുടെ തന്നെ മറ്റൊരു റെക്കമെൻഡ് സ്റ്റോക്കായിരുന്നു ലോഗേഷ് മെഷീൻ ആർമിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഗണ്ണാണ്. ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ലോഗേഷ് മെഷീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഗ്ലോബൽ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സ്റ്റോക്കുകളെ ഗ്ലോബൽ റിസർച്ച് അനലിസ്റ്റുകൾ റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒറാക്കിളും അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റാണ് ഏറ്റവും നമ്പർ 1 ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒറാക്കിൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ്സിഡിയറിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റത്തിൻ്റെ
വാഗൺ പ്രൊക്യൂർമെൻറ്റിൽ 7,000-ലധികം വാഗൺ അഡീഷണൽ ആയിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ടിറ്റഗ്രനെ സംബന്ധിച്ച് അത് പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ നമ്മുടെ റെക്കമെൻഡ് സ്റ്റോക്കാണ് കോസ്മിക് CRF. വലിയ അനൗൺസ്മെൻറ്റുകളാണ് മാനേജ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുള്ളൊരു സ്റ്റോക്കാണ് വീണ്ടും കോസ്മിക് CRF. SME സെഗ്മെൻറ്റിലുള്ളൊരു സ്റ്റോക്കാണ്. ഒപ്പം സ്കൂബിയുടെ നമ്മുടെ തന്നെ ഒരു റെക്കമെൻഡ് സ്റ്റോക്ക് തന്നെയാണ് വെരി ലോങ് ടൈമിലേക്ക്. സ്കൂബിയുടെ പാലക്കാട് 68 ഏക്കർ സ്ഥലമുള്ള ഒരു കമ്പനിയാണ്. പാലക്കാടിനെ ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഭാവിയിൽ സ്കൂബിയുടേക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം കീറ്റെക്സിൻ്റെ സാബു ജേക്കബിൻ്റെ എൽഡർ ബ്രദറാണ് സ്കൂബിയുടെ റൺ ചെയ്യുന്നത്. അപ്പോൾ സ്കൂബിയുടെ സംബന്ധിച്ചും പോസിറ്റീവാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സ്റ്റോക്കാണ്. കീറ്റെക്സ് വീണ്ടും വലിയ ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു കീറ്റെക്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 6 months to 1 yearനുള്ളിൽ അല്ലെങ്കിൽ 18 മാസത്തിനുള്ളിൽ പുതിയ റെക്കോർഡ് ഹിറ്റ് ചെയ്യുന്നുള്ള കാര്യം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഗ്ലോബൽ ന്യൂസ് ഫ്ലോസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം അഡാനി ന്യൂ ഇൻഡസ്ട്രീസ്, അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലൊരു സബ്സിഡിയറിയാണ്. അതിൽ മറ്റ് സബ്സിഡിയറികളൊക്കെ മെർജ് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട്. അഡാനി എൻ്റർപ്രൈസസിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ഇനി ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഇഷ്യൂസ് തീർച്ചയായിട്ടും എല്ലാ ഡിഫൻസ് കമ്പനികളെ സംബന്ധിച്ചും പോസിറ്റീവാണ്. കാരണം ആംസ് ആൻഡ് അമ്യൂണിഷൻസിനുള്ള ഡിമാൻഡൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ജനറലി ഡിഫൻസ് കമ്പനികളിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂസ് ഫ്ലോസ്. ഒപ്പം ഗോൾഡ്മാൻ സാക്സ് ഇപ്പോൾ പുതിയ പ്രഡിക്ഷൻ നടത്തിയിരിക്കുന്നു. S&P 500 US ഇൻഡെക്സ് വളരെ ടു ലോ ആണ്. ഇതിൻ്റെ പ്രഡിക്ഷൻ 6,000 അവർ പറഞ്ഞിരിക്കുന്നത് റിവൈസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്വേർഡ് റിവിഷൻ കൊണ്ടുവന്നേക്കാം. അത്തരത്തിലുള്ള കോർപ്പറേറ്റ് ഇൻഫ്ലോസ് ന്യൂസ് ഫ്ലോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഗോൾഡ്മാൻ സാക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് ന്യൂസാണ് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച്. അമേരിക്കൻ മാർക്കറ്റുകൾ മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവും. ജെൻസോള് അവരുടെ ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇയർ ടു ഇയർ 58% റവന്യൂ ഗ്രോ ചെയ്തിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ്. NTPC MOU സൈൻ ചെയ്തിട്ടുണ്ട്. 1,600 മെഗാവാട്ട് പമ്പ്ഡ് സ്റ്റോറേജ് പ്രൊജക്റ്റ് രാജസ്ഥാനിലാണ്. 8,800 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. HCL ഗ്രൂപ്പ് ഫോക്സ്കോൺ ആയിട്ടൊരു സെമി കണ്ടക്ടർ JV വരികയാണ്. അത് ഏത് ഗ്രൂപ്പിലാണെന്ന് പറഞ്ഞിട്ടില്ല. HCL ഇൻഫോസിസ്, HCL ടെക് ഈ 2 കമ്പനികളാണ് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കമ്പനികളിൽ ഈ അനൗൺസ്മെൻറ്റൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ അരിയുടെ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ 2008 ശേഷമുള്ള ലോവർ ലെവലിലേക്ക് താന്നിരിക്കുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യൻ കമ്പനികളെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് അനുവദിച്ചതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ ഗ്ലോബലി താഴെ വരാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. അത് പൊതുവെ ഒരു ഗ്ലോബലി അത് പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസാണ്. ഒപ്പം ഇന്ന് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൊരു IPO ലിസ്റ്റിംഗ് വരികയാണ്. KRN ഹീറ്റ് എക്സ്ചേഞ്ചസ് ആൻഡ് റെഫ്രിജറേഷൻ ലിമിറ്റഡ് ആണ്. 100% ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ റെക്കമെൻഡ് ചെയ്ത പ്രകാരം ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ബിസിനസ്സിലുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ പവർ ട്രാൻസ്മിഷൻ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുന്ന ഡിസിഷൻ നന്നായിരിക്കും. ഒപ്പം കീൻലി വാച്ചഡ് ആയിരിക്കണം ഇസ്രായേൽ ഹമാസ് ഇറാൻ ഇഷ്യൂസ്. ഈ ഇഷ്യൂസ് ഗ്ലോബൽ വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിയേക്കാം. ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും നമുക്കൊരു കോഷൻ ആവശ്യമാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.